മറ്റ് നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കും. കാരണം അവരാണ് നമ്മളെ ചതിച്ചത്. രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറയുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് CM-ന്റെ ഓഫീസ് തന്നെയാണ് അതിനകത്ത് ഇടപെട്ടത്. ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന PSC ആണ്, കേരള PSC ആണ് എന്നുള്ള രീതിയിലുള്ള അനാവശ്യ ചിന്താഗതികൾ. അപ്പോൾ അവർക്ക് ആകപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നുകിൽ വർഗീയവാദികളാക്കുക അല്ലെങ്കിൽ സംഘികളാക്കുക. ഇതൊക്കെയാണ് അവരുടെ ഒരു BJP സ്പോൺസേഡ് സമരമായിരുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഒറ്റ ആൾക്കാരെ പോലും വെളിയിൽ കാണാനില്ല ഈ കാര്യത്തെ ചർച്ച ചെയ്യാനായിട്ട്. നമസ്കാരം. PSC റാങ്ക് പട്ടികയിൽ വന്ന 13,000-ൽ പരം യുവാക്കളുടെ സമരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവർ അവസാനിപ്പിച്ചത്. അവരുടെ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവർ ഈ റാങ്ക് പട്ടികയിൽ വന്ന യുവാക്കളെ പ്രതിനിധീകരിച്ച് ഇതിലുള്ളൊരു ഉദ്യോഗാർത്ഥി വിഷ്ണു മഹേഷ് എന്ന ഉദ്യോഗാർത്ഥി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ യുവാവിനോട് ചോദിക്കാം എന്താണ് മോദിയുമായി സംസാരിച്ചത്, മോദി എന്താണ് തിരിച്ച് പറഞ്ഞത് എന്നല്ല. നരേന്ദ്രമോദിയെ കണ്ടു, എന്തായിരുന്നു നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്, അദ്ദേഹം എന്താണ് ഇങ്ങോട്ട് പറഞ്ഞത്? ഞങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ച ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ 530/2019 എന്ന് പറഞ്ഞ് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയൊരു സമരം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 62 ദിവസമായിട്ട് തെരുവിലായിരുന്നു. അപ്പോൾ അതിലൊന്നും നമ്മുടെ മുഖ്യമന്ത്രിയോ മറ്റ് യുവജന പ്രസ്ഥാനങ്ങളോ ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികളെ അവസാന നിമിഷം പ്രതിപക്ഷ പാർട്ടികളെ കാണുന്ന ഒരു സമീപനം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഞങ്ങൾ പോയി കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു PM-നോട് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് നൽകി. അപ്പോൾ അതേ തുടർന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ വന്നു. PM കാട്ടാക്കട വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ മോളും കൂടാണ് പോകുന്നത് PM-നെ കാണാൻ. അപ്പോൾ പുള്ളി നമ്മൾ ഈ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാര്യത്തെക്കുറിച്ച് പുള്ളി കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് അറിയാം, ഈ കാര്യം അറിയാം എന്നുള്ളൊരു സമീപനമാണ് ആദ്യം തന്നെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് വീണ്ടും കാര്യങ്ങൾ സംസാരിക്കാനുള്ള സമയം കിട്ടി. ഞങ്ങളുടെ 10,000-ഓളം വരുന്ന യുവാക്കളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തുടർന്ന് പറയാനുള്ളൊരു സാവകാശം തന്നു അദ്ദേഹം. അതിനാണ് നമ്മൾ വലിയൊരു കയ്യടി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു സാവകാശം ആ ഒരു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അദ്ദേഹത്തിന് തുടർന്ന് തിരുനെല്ലിയിലൂടെ എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് വാക്ക് തരികയുണ്ടായി. ഈ ഒരു പ്രശ്നം ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളൊരു 10,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ല, ഒട്ടനവധി പിൻവാതിൽ നിയമനങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതേ തുടർന്ന് അതിനെല്ലാത്തിനും ഉപരി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, നിയമപരമായി തന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം ആലോചിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടൊരു ചർച്ചയ്ക്ക് നമുക്ക് വീണ്ടും ഒരു അവസരം തന്നിട്ടുണ്ട്. വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനുള്ള ഒരു ചർച്ചയുടെ ഒരു സാധ്യതയാണ് കാണുന്നത്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു ചർച്ച നടക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ അന്നത്തെ PSC ചെയർമാൻ MK സക്കീറും പിന്നെ അന്നത്തെ ബോർഡ് മെമ്പേഴ്സും കൂടെ ഒത്തുചേർന്നെടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഈ 2 തവണ എക്സാം നടത്തി റാങ്ക് ലിസ്റ്റിൽ ഒഴിവുകൾ അനുസരിച്ച് മാത്രമേ റാങ്ക് ലിസ്റ്റ് ഇടൂ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം അദ്ദേഹത്തെ ധരിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി ലീഗലി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ തരാം. അതായത് അന്നത്തെ PSC ചെയർമാനെയും ബോർഡ് മെമ്പർമാരെയും പ്രതിയാക്കി കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും മറ്റ് നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കും. കാരണം അവരാണ് നമ്മളെ ചതിച്ചത്. ഒന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൂട്ടം ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ സർക്കാർ വരുന്നുള്ളൂ. അപ്പോൾ ഈ 2 ആൾക്കാരെയും കക്ഷി ചേർത്തുകൊണ്ട് ഒരു ഇത് ലീഗലി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത അദ്ദേഹം പറഞ്ഞു തരികയും അതിന് വേണ്ടിയിട്ട് നമ്മുടെ AGയുടെ ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനായ AGയുടെ സപ്പോർട്ട് നമുക്ക് നേടിത്തരികയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം വളരെ നല്ലൊരു സമീപനമായിരുന്നു ഞങ്ങൾ കാഴ്ചവെച്ചത്. കാരണം നമുക്ക് ഇപ്പോൾ അറിയാം, എല്ലാവരും പറയുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് BJP സ്പോൺസേഡ് സമരമായിരുന്നു എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വിചാരിച്ചെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് സ്പോൺസേഡ് ആവുമായിരുന്നു. കാരണം അദ്ദേഹം നമ്മളെ വന്ന് നോക്കിയിരുന്നുവെങ്കിൽ ആ സമരത്തിൻ്റെ ഗതി തന്നെ മാറിയേനെ. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു മനസ്ഥിതി പോലും അദ്ദേഹം കാണിച്ചില്ല. അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് വെയിലും മഴയും എല്ലാം കൊണ്ട് കിടന്ന നമ്മളെ 10,000-ഓളം ആൾക്കാർക്ക് അതൊരു വലിയ വിഷമം തന്നെയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സമീപനം അല്ല കേരളത്തിലുള്ള ആരും പ്രതീക്ഷിച്ചത്. അപ്പോൾ BJP സ്പോൺസേഡ് സമരം എന്ന് പറയുന്നവരടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമരത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടായിരുന്നു, പഴയ CPM-ൻ്റെ മെമ്പർ ഉണ്ടായിരുന്നു, അങ്ങനെ ഒട്ടനവധി CPM-ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ തെളിവുകൾ നിരത്താൻ തയ്യാറാണ്. കാരണം അത് അങ്ങനെ അല്ല എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് തെളിയിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട്
ഞങ്ങൾ അതിന് തെളിവുകൾ നിരത്താൻ തയ്യാറാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒറ്റ ആൾക്കാരെ പോലും വെളിയിൽ കാണാനില്ല ഈ കാര്യത്തെ ചർച്ച ചെയ്യാനായിട്ട്. ഇടയ്ക്ക് 2 ദിവസം മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. ഒറ്റ ഇടതുപക്ഷ അനുഭാവി പോലും എത്തിയിട്ടില്ല. അതായത് ഭരണപക്ഷത്തിൻ്റെ യുവജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കളാണ് ചർച്ചയ്ക്ക് വരുന്നത്, അല്ലെങ്കിൽ CPM-ലെ മുതിർന്ന ആൾക്കാർ. ഇത് രണ്ടും അല്ലാതെ ഇടതുപക്ഷ നിരീക്ഷകൻ മാത്രമാണ് നമ്മുടെ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ആൾക്കാരുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് എതിരായിട്ട് പറയുന്നതിന് അവർക്ക് തെളിവില്ല. അപ്പോൾ അവർക്ക് ആകപ്പാടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നുകിൽ വർഗീയവാദികളാക്കുക അല്ലെങ്കിൽ സംഘികളാക്കുക, ഇതൊക്കെയാണ് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഏത് പൊതുജന മധ്യത്തിലും ഞങ്ങൾ തുറന്ന് ഞങ്ങളെ ഭാഗത്തുള്ള ഓരോരുത്തരുടെയും ഓരോ വ്യക്തികളുടെ, അതായത് 10,000 പേരുണ്ടെങ്കിൽ 10,000 വ്യക്തികളുടെയും രാഷ്ട്രീയം കാണിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് അവർ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ്. ഞങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഏതൊക്കെ ബ്രാഞ്ച് കമ്മിറ്റിയിലാണ് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പാർട്ടിയിലെ ഓരോരുത്തരുടെയും ചുമതല എന്തായിരുന്നു, ഇതൊക്കെ ഞങ്ങൾ കാണിക്കാനായിട്ട് ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾ ഇപ്പോഴും അവരെ വെല്ലുവിളിക്കും. ഞങ്ങളുടെ സമരം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 10 ദിവസത്തോളം ആവുന്നു. അപ്പോൾ ഈ സമയവും ഞങ്ങളുടെ ഈ കാര്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങളുടെ സമരം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു. ആ ഒരു യുവാക്കളെ കൂടെ വഞ്ചിക്കുന്ന ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം വേറൊന്നുമല്ല, 0 വേക്കൻസിയിലാണ് ആ ഒരു റാങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കേസിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും അവരുടെ നിയമനം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമീപനം നടക്കുമ്പോൾ അവർക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് നീണ്ടു പോവുകയും അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുകയും ചെയ്യും. അപ്പോൾ ആ ഒരു യുവാക്കളെ കൂടെ വഞ്ചിക്കുന്ന ഒരു സമീപനത്തിലോട്ടാണ് നമ്മുടെ സർക്കാരും PSCയും പോയേക്കുന്നത്. ഇതൊന്നും പക്ഷേ എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് അവർക്കും കിട്ടാതിരിക്കട്ടെ എന്നുള്ള മനസ്സായിരിക്കും ഞങ്ങൾക്കെന്നാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള അനാവശ്യ ചിന്താഗതികൾ ആൾക്കാരെല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നത് PSC ആണ്, കേരള PSC ആണ് എന്നുള്ള രീതിയിലുള്ള അനാവശ്യ ചിന്താഗതികൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളത് പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ സംസ്ഥാനങ്ങളിൽ അതായത് ബോർഡുകളാണ് നിയമനം നടത്തുന്നത്. പിന്നെ കേരളത്തിൽ മാത്രമാണ് എല്ലാ ബോർഡുകളും കൂടെ ചേർത്ത് PSC എന്ന് പറയുന്ന ഒറ്റ സ്ഥാപനം നിയമനം നടത്തുന്നത്. അതൊക്കെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അറിയത്തില്ലേ, നമ്മൾ ഒരാളിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അവരുടെ വിവരവും വിദ്യാഭ്യാസവും രീതി അനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡിലേ ഇപ്പോൾ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. കാരണം ഈ PSC മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവാക്കൾക്കും മറ്റ് വ്യക്തികൾക്കും അറിയാം കേരള PSC എത്രയാണ് നിയമനം നടത്തുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലെ ബോർഡുകൾ എത്രയാണ് നിയമനം നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള ഇതെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അതിനെയൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും തുടർന്ന് അടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതിനിധിയുമായിട്ട് ഒരു ചർച്ച കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ചയുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പിൻവാതിൽ നിയമനവും ഇതുപോലെ PSC റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ട് ജോലി കിട്ടാതായിപ്പോയ അവരുടെയൊക്കെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ അവർക്കൊക്കെ എന്താണ് ഓരോ റാങ്ക് ലിസ്റ്റിന് സംഭവിച്ചത്, അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി കോടതി ഏൽപ്പിക്കുക. ഇതാണ് വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവസാന ദിവസം, അതായത് ഏപ്രിൽ 12-ാം തീയതി നമ്മുടെ ലിസ്റ്റ് റദ്ദാവുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ കണ്ണൂർ ബറ്റാലിയന് മാത്രമായിട്ട് ഒരു 312 വേക്കൻസി അവർ കോടതി മുഖാന്തരം വാങ്ങിച്ചെടുത്തു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. എന്നിട്ട് അത് സമയബന്ധിതമായിട്ട് വൈകുന്നേരം 5 മണിക്കുള്ളിൽ PSCയിൽ ആ ഒരു വേക്കൻസി എത്തുകയും അത് റിപ്പോർട്ടാക്കാമെന്ന് PSC ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മുടെ കേരള പോലീസിൽ 7 ബറ്റാലിയനാണുള്ളത്. അപ്പം 7 ബറ്റാലിയനിലോട്ട് മാത്രമേ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു ബറ്റാലിയന് വേണ്ടി മാത്രമായിട്ട് എങ്ങനെയാണ് ഈ ഒരു 312 വേക്കൻസി വന്നത് എന്നുള്ളത് നമുക്ക് സംശയം തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ കേരളം ഭരിക്കുന്നത് കണ്ണൂർ ലോബിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എങ്ങനെയാണ് ഒരു 312 വേക്കൻസി വന്നത് എന്നുള്ളത് തികച്ചും സംശയം തോന്നുന്നൊരു കാര്യം മാത്രമാണ്. കണ്ണൂർ ബറ്റാലിയന് ഒരു 312 വേക്കൻസി റിപ്പോർട്ട് ചെയ്യാമെങ്കിൽ വലിയ ബറ്റാലിയനായിട്ടുള്ള SAP, KP2, MSP പോലത്തെ ബറ്റാലിയനിൽ അതുപോലെ അതിന് ആനുപാതികമായിട്ടുള്ള കുറച്ച് വേക്കൻസികൾ വരേണ്ടതാണ്. അതെന്തുകൊണ്ട് നമുക്ക് വന്നില്ല എന്നുള്ളത് സംശയം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ജില്ലയ്ക്ക് മാത്രമായിട്ട് ഈ ഒരു 312 വേക്കൻസി കൃത്യമായിട്ട് രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് വന്നേക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറയുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് CM-ൻ്റെ ഓഫീസ് തന്നെയാണ് അതിനകത്ത് ഇടപെട്ടേക്കുന്നത്, അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.